ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മളെ ഫോറിനേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തത്, അവരുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ എന്താണ് പരാമർശിച്ചിരിക്കുന്നത്, ഓരോരോ സ്കോളേഴ്സിൻ്റെയും ഹിസ്റ്റോറിയൻസിൻ്റെയും ഫിലോസഫേഴ്സിൻ്റെയും ട്രാവലേഴ്സിൻ്റെയും ഒക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, അവരുടെ റൈറ്റിങ്സും ഡോക്യുമെൻറ്റ്സിലും എന്താണ് ഇന്ത്യയെപ്പറ്റി അവർ അനലൈസ് ചെയ്തത്, ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അറൈവൽ ഓഫ് ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയിട്ട് നമ്മളെങ്ങനെയൊക്കെ അനലൈസ് ചെയ്തു എന്നുള്ളതാണ്. ജസ്റ്റ് മിസ് ഒന്ന് വായിച്ചു തരാം. ദ എയിം ഓഫ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻട്രസ്റ്റ് ദ സ്റ്റഡിങ് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി പ്രൂവ്ഡ് യൂസ്ഫുൾ ടു ലേയിങ് ഫൗണ്ടേഷൻ ഓഫ് ഫർദർ സ്റ്റഡീസ്. അതായത് അവിടെ മെയിനായിട്ട് എന്താ അവർ വിചാരിച്ചിരുന്നത്, ദ സ്റ്റഡിങ് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റി, നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്റ്റഡി, പരമ്പരാഗതമായ ഇന്ത്യൻ സൊസൈറ്റിയുടെ പഠനം, പരമ്പരാഗതമായ നമ്മുടെ പഠനത്തെപ്പറ്റി ഇതിന് ഫൗണ്ടേഷൻ ഓഫ് ഫർദർ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ദ എംഫസിസ് ഓഫ് സ്റ്റഡീസ് വാസ് നോൺ ഹൗ ടു ഗവേൺ ഇന്ത്യ ബെറ്റർ. നമ്മുടെ ഗവേൺ ചെയ്യാൻ, ഗവൺമെൻറ് അതായത് ഭരണം, നമ്മളെ എങ്ങനെ ഭരിക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി അവരെന്ത് ചെയ്തു, നന്നായി പഠിച്ചു. ഇതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, നമ്മളെ ഗവേൺ ചെയ്യാൻ വന്നത്. മീൻസ് നമ്മുടെ ഇവിടെ ഗവൺമെൻറ് തുടങ്ങാനും നമ്മളെ എന്ത് ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും തുടങ്ങിയത്. നമുക്കറിയാം, നമുക്കെല്ലാം കുഞ്ഞിലേ ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ്, അത് ഏതൊക്കെ തരത്തിലാണ്, മിഷനറി പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ്, വില്ലേജ് ഇതിലെങ്ങനെ ഇൻഫ്ലുവൻസ്, സിറ്റീസ്, ഇതൊക്കെ അവരെന്താണ് ചെയ്തത് നമുക്ക് നോക്കാം. The arrival of the British knowledge of Indian society began to grow very rapidly from 1760 onwards. 1760-കളിലാണ് എന്ത് ചെയ്തത്, ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് നോളജ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബിഗാൻ ടു ഗ്രോ വെരി റാപ്പിഡ്ലി. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി അവർ വന്നതിന് ശേഷം എന്ത് ചെയ്തു, ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ്, അവർ വന്നതിന് ശേഷമാണ് നോളജ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ബിഗാൻ ടു വെരി റാപ്പിഡ്ലി. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് എന്ത് തന്നത്, കുറച്ചൊരു മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് വന്നത്. കാരണം അവരാണല്ലോ നമുക്ക് എന്ത് തന്നത്, റെയിൽവേ, തീവണ്ടി, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ദെൻ അങ്ങനെയുള്ള ബിൽഡിങ്സ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മളെ എല്ലാത്തിലും വികസനം വന്നത് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് റൂളാണ് നമുക്കറിയെങ്കിലും എല്ലാത്തിനും ഉപരി അവർ എന്ത് ചെയ്തിട്ടുണ്ടോ, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ സാമ്പത്തികപരമായിട്ട് നമ്മളെല്ലാ അസംസ്കൃത റോ മെറ്റീരിയൽസൊക്കെ അവർ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ എക്കണോമി ആൻഡ് പോളിസി ചേഞ്ച് ട്രമെൻഡസ്ലി. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ രാഷ്ട്രീയ അവസ്ഥയും ട്രമെൻഡസ്ലി ആണ് മുന്നോട്ട് പോയത്. ഇന്ത്യൻ സൊസൈറ്റി വെന്റ് ത്രൂ മെനി ചേഞ്ചസ് ഇൻക്ലൂഡിങ് ബിഗിനിങ് ഓഫ് ദ മോഡേൺ ഇറ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം. നമുക്കറിയാം ബ്രിട്ടീഷിന് അതുകൊണ്ട് വന്നതാണ്. ഏതൊക്കെയാണ്, പോസ്റ്റ്, ടെലഗ്രാം, ഇൻഡസ്ട്രീസ്, അങ്ങനെ മുതലായവയെല്ലാം. പോസ്റ്റ്, ടെലഗ്രാം, ഇൻഡസ്ട്രീസ്, അങ്ങനെ എല്ലാവിധ ഡെവലപ്മെൻറ്റും വന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതിന് ശേഷമാണ്. ഓക്കെ, മോഡേൺ അറൈവൽ ഓഫ് ബ്രിട്ടീഷിന് ശേഷം വന്നതാണ് മോഡേൺ എഡ്യൂക്കേഷൻ, റെയിൽവേസ്, ന്യൂ ഓക്കുപ്പേഷൻ, ന്യൂ ഓക്കുപ്പേഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കിങ്ഷിപ്പ്, പൊളിറ്റിക്കൽ മീൻസ് എഴുതുന്നില്ല, കിങ്ഷിപ്പ് ആൻഡ് ടാക്സേഷൻ, നികുതി. നമുക്കറിയാം നികുതി പിരിവിലൂടെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു മാർഗം ടാക്സേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, ആൻഡ് സെറ്റ് ഓഫ് കൾച്ചറൽ റിലീജിയസ് ആൻഡ് സിസ്റ്റം ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കൾക്കും മുസ്ലിംസ് അവർ കൾച്ചറൽ നമ്മുടെ കസ്റ്റംസ് ഇല്ലേ, നമ്മുടെ ആചാരാനുഷ്ഠാനത്തിലൊക്കെ അവർ കൈകടത്തി ഓരോ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇതൊക്കെ ബ്രിട്ടീഷ് അറൈവലിന് ശേഷം സംഭവിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മിഷനറി പേഴ്സ്പെക്റ്റീവ്. എന്താണ് മിഷനറി പേഴ്സ്പെക്റ്റീവ്? ദ വ്യൂ ഓഫ് ഡെവലപ്ഡ് ത്രൂ ദ റൈറ്റിംഗ്സ് ഏർലി evangelical priests who believed the spreading of teaching of Christianity through the observation of the late 18th century. The late 19th നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷനറീസ്, അതാണ് മിഷനറി എന്ന് പറയുന്നത്. മിഷനറി പേഴ്സ്പെക്റ്റീവ്, ക്രിസ്ത്യൻ മിഷനറിമാർ ഇവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നിരുന്നു. ഓക്കെ,
What is the evidence from the above statement of view of the health of Indian society as being essentially undignified compared to the British society as the only way to improve and allowing the British do so and following their ways? The main case behind such designation, or unlike the ideal that term was concerned Indian society and its way citing specific translation from Sanskrit texts and additionally a practice of like sati, and sales of children, or slavery, cow worship and ideal worship, കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പല നെഗറ്റീവായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തുടച്ചു നീക്കാനും അതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് നിർത്തലാക്കാനൊക്കെ പറ്റി നമുക്ക് നോളജ് ഉണ്ടായതുകൊണ്ടാണ് അല്ലേ. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ് നോളജ് കൊണ്ടാണ് കാസ്റ്റ് സിസ്റ്റം എത്രത്തോളം, കാരണം അവരുടെ എഴുത്തും വായനയും സംസ്കൃത ലിപിയിലാണ് അവർ എഴുതിയതെങ്കിലും സംസ്കൃതം ആരുടെ മാത്രം കുത്തകാവകാശമായിരുന്നു? ബ്രാഹ്മണരുടെ. അതുകൊണ്ട് അവർ അവരുടെ കുത്തക നിലനിർത്താൻ വേണ്ടിയിട്ട് കാസ്റ്റ് സിസ്റ്റത്തെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമുക്ക് നോളജ്, അതായത് ഇവർ അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അറൈവലിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ അറിവൊക്കെ കിട്ടാൻ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം എന്താണ് അതിൽ ചിന്തിക്കാൻ തുടങ്ങി. നമുക്ക് മാറ്റം വന്ന കുറേ മേഖലകളുണ്ട് ഇതിൽ അല്ലേ. അതായത് സ്ലേവറി, സെയിൽസ് ഓഫ് ചിൽഡ്രൻ, സ്ലേവറി നമ്മൾ മാറ്റി, സ്ലേവറി അടിമത്തം എന്നൊക്കെ പറയും, സ്ലേവറി ആൻഡ് കൗ വേർഷിപ്പ്, പശുവിനെ ആരാധിക്കുക, കൗ വേർഷിപ്പ്, cow worship and idol worship. Cow worship, idol worship and practice of sati. Practice of sati. കാസ്റ്റ് സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് കാസ്റ്റ് സിസ്റ്റം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അറൈവൽ ഓഫ് ബ്രിട്ടീഷിന് ശേഷം നമുക്ക് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വന്നാൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഇതാ സ്ലേവറി, അടിമത്വം, നമ്മുടെ ആരാധന, കല്ലിനെയും ഇതാണ് പശു, കാള ഇതൊക്കെ ആരാധിക്കുക. പ്രാക്ടീസ് ഓഫ് സതി നിർത്തലാക്കാനൊക്കെ നമുക്ക് രാജാ റാംമോഹൻ റോയ് നിർത്തലാക്കിയത് നിങ്ങൾക്കറിയാമായിരിക്കും. സതി, ഭർത്താവ് മരിച്ചു പോയാൽ വിധവ എവിടെ ചാടണം? ചിതയിൽ ചാടണം എന്നാണ് എന്തിൽ പറയുന്നത്, പ്രാക്ടീസ് ഓഫ് സതി. അതൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും, അതിൽ എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാറ്റിനും ഉപരി എന്താണ് കാസ്റ്റ് സിസ്റ്റം. ഈ കാസ്റ്റ് സിസ്റ്റത്തിലാണ് വർണ്ണ വരുന്നത് അല്ലേ, വർണ്ണ സിസ്റ്റം. ഓക്കെ, എന്താണ് വർണ്ണ സിസ്റ്റത്തിലുള്ള ചാതുർവർണ്ണ്യം, ചാതുർവർണ്ണ്യം, അതായത് 4 വർണ്ണാസ്. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു